നെക്സ്റ്റ് ടോപ്പിക് റൈറ്റ് ഓഫ് ഷുവർട്ടി. ഇനി എന്തൊക്കെ ജാമ്യം നിൽക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ റൈറ്റ്സ് ആണുള്ളത്? പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെതിരായിട്ടുണ്ട്, ക്രെഡിറ്ററിനെതിരായിട്ടുണ്ട്, കോ ഷുവർട്ടി. കോ ഷുവർട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടാളും കൂടിയിട്ടായിരിക്കും ജാമ്യം നിൽക്കുന്നത്, അതാണ് കോ ഷുവർട്ടി. ഇനി ആ കോ ഷുവർട്ടീസൊക്കെ എതിരായിട്ടുണ്ട്, അതൊക്കെ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് എതിരായിട്ടുള്ള റൈറ്റ് ആണ്. First one, right of subrogation. Subrogation എന്ന് പറഞ്ഞാൽ getting step into the shoes of others. അല്ലെ? Subrogation എന്ന് വെച്ചാല് നമ്മുടെ ഒരു കോൺട്രാക്ട് പ്രിൻസിപ്പൽ ഡെപ്റ്റർ അയാളുടെ ഒബ്ലിഗേഷൻ ഡീഫോൾട്ട് വരുത്തുകയും ഷുവർട്ടി അയാളുടെ ഒബ്ലിഗേഷനായ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്താൽ പിന്നെ ഷുവർട്ടി ക്രെഡിറ്ററിന്റെ ഷൂസിൽ പെടും. എന്ന് വെച്ചാൽ പിന്നെ സാധാരണഗതിയിൽ കടം കൊടുത്ത ആളാണ് പിന്നെ കടം വാങ്ങിച്ച ആളേന്ന് കേസ് കൊടുക്കുക ഒക്കെ ചെയ്യാം അല്ലെ? ഇവിടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡീഫോൾട്ട് വരുത്തിയപ്പോ ആര് കൊടുത്തു? ഷുവർട്ടി കൊടുത്തു. പിന്നെ ഷുവർട്ടിയുടെ റൈറ്റ് ആണ് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ അയാൾക്ക് ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ എന്താ ചെലവ് അതൊക്കെ റിക്കവർ ചെയ്യാൻ ആണ്. ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും. ഇതാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡീഫോൾട്ട് ആയി, അതുകൊണ്ട് എന്തായി? ഷുവർട്ടി ഡെപ്റ്റ് പേ ചെയ്തു. അപ്പൊ എന്തായി? ഷുവർട്ടി ക്രെഡിറ്ററിന്റെ ഷൂസ് ഇട്ടു. ഷുവർട്ടി വിൽ ഗെറ്റ് ഓൾ റൈറ്റ് വിച്ച് ക്രെഡിറ്റർ ഹാഡ് അഗെയിൻസ്റ്റ് ദി പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഒരു കടം കൊടുക്കുമ്പോൾ ഒരു കടക്കാരന് എന്തൊക്കെ റൈറ്റ് ഉണ്ടോ അപ്പൊ ആ റൈറ്റ് ഷുവർട്ടിക്ക് കൈമാറും. ഇനി റൈറ്റ് ടു ഇൻഡെമിനിറ്റി. റൈറ്റ് ടു ഇൻഡെമിനിറ്റി എന്നുള്ള നമ്മുടെ ഇൻഡെമിനിറ്റി ഗ്യാരണ്ടി കോൺട്രാക്റ്റിൽ ഒരു ഇംപ്ലൈഡ് പ്രോമിസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പ്രിൻസിപ്പൽ ഡെപ്റ്റർ പറയാണ്, പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ ഡീഫോൾട്ട് കാരണം ജാമ്യം നിന്ന ആള് ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തു. അതുകൊണ്ട് തന്നെ അതുകൊണ്ടുണ്ടായ ഷുവർട്ടിക്ക് ഉണ്ടായ നഷ്ടത്തെ ഗുഡ് ആക്കി തരാം എന്ന് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഷുവർട്ടിക്ക് കൊടുക്കുന്ന ഒരു ഇംപ്ലൈഡ് പ്രോമിസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് റൈറ്റ് ടു ഇൻഡിമിനിഫൈ എന്ന് പറയുന്നത്. Surety is entitled to recover from the principal debtor whatever sum he has rightfully paid under the guarantee. ഇനി ക്രെഡിറ്ററിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആണ് പറഞ്ഞത്, റൈറ്റ് ടു സെക്യൂരിറ്റി. ഇപ്പൊ ഒരാള് ബിയുടെ നിന്ന് കടം വാങ്ങുമ്പോ കുറച്ച് സ്വർണം സെക്യൂരിറ്റി ആയി വെച്ചിട്ടുണ്ട്. ഇൻ കേസ് എക്ക് പറഞ്ഞ ദിവസം ആ കാശ് കടം വാങ്ങിച്ച കാശ് കൊടുക്കാതെ വരികയാണെങ്കിൽ എന്നിട്ട് ഷുവർട്ടി അയാളുടെ ഒബ്ലിഗേഷൻ ഡിസ്ചാർജ് ചെയ്തു. എന്ന് വെച്ചാൽ ഷുവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെപ്റ്റ് ഉള്ള ആള് ഡീഫോൾട്ട് വരുത്തുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ പേ ചെയ്തുകൊണ്ട് എന്താണല്ലോ ജാമ്യം നിന്നത്. അപ്പോ അങ്ങനെ ആ ഷുവർട്ടി പറഞ്ഞ നേരത്തെ കോൺട്രാക്ട് പ്രകാരമുള്ള എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ക്രെഡിറ്റർ കയ്യിൽ നേരത്തെ പ്രിൻസിപ്പൽ ഡെപ്റ്ററെ ഏൽപ്പിച്ച സെക്യൂരിറ്റി ആക്സെപ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണ്? ഷുവർട്ടിക്കാണെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്രെഡിറ്ററിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് റൈറ്റ് ആണ് റൈറ്റ് ടു ക്ലെയിം സെറ്റർ. ഇപ്പോ ആദ്യം ബിയുടെ കടം വാങ്ങാണ്. ബിയുടെ കടം വാങ്ങാണ്. അപ്പൊ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ബി ക്രെഡിറ്ററുമാണ്. സി ആണ് ജാമ്യം നിൽക്കുന്നത് എക്ക് പകരം. അപ്പൊ സി ആരാണ്? ഷുവർട്ടി അല്ലെ? എന്നിട്ട് ഇവര് കോൺട്രാക്ട് വെക്കുമ്പോ തന്നെ ക്രെഡിറ്ററിനായിട്ട് നമ്മുടെ ബിനായിട്ട് കോൺട്രാക്ട് വെക്കുമ്പോ കടം ചോദിച്ചിട്ട് കോൺട്രാക്ട് വെക്കുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ദിവസം ഡ്യൂ ഡേറ്റ് തരാൻ പറ്റിയില്ലെങ്കിൽ 10,000 രൂപയുടെ കടം വാങ്ങിച്ചു വെച്ചെങ്കിൽ 8,000 രൂപ തന്നാൽ മതി എന്നൊരു സെറ്റ് ഓഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ഡീഫോൾട്ട് വരികയും കടം വാങ്ങിച്ച ആള് ഡ്യൂ ഡേറ്റിൽ കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് കൊടുക്കേണ്ടത്? ഷുവർട്ടിയാണ്. ഷുവർട്ടി എത്ര കൊടുക്കണ്ടുള്ളൂ? ആ ക്ലെയിം സെറ്റ് ഓഫ് പറഞ്ഞില്ല, റിഡക്ഷൻ പറഞ്ഞില്ല, റിഡക്ഷൻ
നേരത്തെ കോൺട്രാക്ട് വെക്കുമ്പോൾ പറഞ്ഞല്ലോ ഞാൻ ഡീഫോൾട്ട് വരികയാണെങ്കിൽ 10,000 കടം വാങ്ങിച്ചിട്ടുള്ളത്, പക്ഷെ 8,000 തന്നാൽ മതി എന്ന് ക്രെഡിറ്റർ സമ്മതിച്ചെങ്കിൽ അത്രേ ആർക്ക് കൊടുക്കുന്നുള്ളൂ, ഷുവർട്ടി കൊടുക്കുന്നുള്ളൂ. പിന്നെ റൈറ്റ് ടു സബ്രോഗേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, പ്രിൻസിപ്പൽ ഡെപ്റ്റർ അയാളുടെ ഡ്യൂട്ടി ഡീഫോൾട്ട് വരുത്തുകയും ഷുവർട്ടി ആ ഗ്യാരണ്ടി ഡെപ്റ്റ് കൊടുക്കുകയും ചെയ്താൽ he become entitled to every remedy which a creditor has against the debtor. Next, right to insist on creditor suing. ഇനി എ ബിയുടെ കടം വാങ്ങിച്ചു, സി എക്ക് ജാമ്യം നിന്നു. ഡ്യൂ ഡേറ്റ് ആയ സമയത്ത് എ കാശ് കൊടുത്തിട്ടില്ല. അപ്പൊ ആരെ കടമയാണ് കാശ് കൊടുക്കേണ്ടത്? ഷുവർട്ടി ആയ സിയുടെ കടമയാണ്. പക്ഷെ വേണമെങ്കിൽ സിക്ക് ക്രെഡിറ്ററിനെ കൊണ്ട് ഒന്നും കൂടി പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെ ഒന്ന് കേസ് കൊടുത്ത് ചെയ്യിപ്പിക്കാനൊക്കെ പ്രേരിപ്പിക്കാം. ആണ് റൈറ്റ് ടു ഇൻസിസ്റ്റ് ഓൺ ക്രെഡിറ്റർ സ്യൂയിങ്. റൈറ്റ് അഗെയിൻസ്റ്റ് കോഷ്യൂരിറ്റി. കോഷ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ കൂടിയിട്ട് ജാമ്യം നിൽക്കണമെങ്കിൽ കോഷ്യൂരിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന ക്ലെയിമുകളാണ്. ഫസ്റ്റ് റൈറ്റ് ടു ക്ലെയിം കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാല് ഇപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ ഷുവർട്ടീസ് ഉണ്ട്. അങ്ങനത്തെ കേസിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ അയാളുടെ ഒബ്ലിഗേഷൻ ചെയ്യാതെ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ആ കോഷ്യൂവർട്ടീസിൽ ഒരാള് എല്ലാവരുടെയും ഡെപ്റ്റും ചിലപ്പോൾ ശരിക്കും 10,000 രൂപയാണ് എമൗണ്ട് ഉള്ളതെന്ന് വെച്ചാല് 5 കോഷ്യൂവർട്ടീസ് ഉണ്ടെങ്കിൽ 2,000 ആണ് ഈച്ചായിട്ട് എടുക്കേണ്ടത്. അതിന് പകരം ഒരാൾ മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിൽ നിന്ന് അത് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? കോഷ്യൂവർട്ടിക്കുണ്ട്. എന്താണ് കോഷ്യൂവർട്ടി ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ഈക്വലി. ഇപ്പൊ എ ബിക്ക് 10,000 രൂപയാണ് കൊടുക്കുന്നത്, പക്ഷെ എ കൊടുത്തില്ല. അതിന് പകരം സിയും ഡിയും ഇയുമായ എഫുമായ കോഷ്യൂവർട്ടീസ് ആണ് കൊടുക്കണമെങ്കിൽ 10,000 അല്ലേ കിട്ടാനുള്ളത്. അപ്പൊ 2,500 4 പേരും കൊടുത്തിരിക്കണം. പിന്നെ ലയബിലിറ്റി ഓഫ് കോഷ്യൂവർട്ടി ബൗണ്ട് ഇൻ ഡിഫറൻറ്റ് സം. ഇനി ഡിഫറൻറ്റ് സമ്മിലും കൊടുക്കാം. ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഒരാൾ 1/4 ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും, ഒരാൾ 1/2 അങ്ങനെ ആയിട്ടും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റൈറ്റ് ആണ് റിലീസ് ഓഫ് കോഷ്യൂരിറ്റി. ഇപ്പൊ ഒരു എ ബിക്ക് കടം കൊടുക്കാനുണ്ട്, സിയും ഡിയും ഇയും കൂടിയിട്ടാണ് ജാമ്യം തന്നിട്ടുള്ളത്. അപ്പൊ എ ആണ് ബിക്കാണ് കാശ് കൊടുക്കുന്നത്. ബി പറയണേ സി ആയ കോഷ്യൂവർട്ടിയോട് പറയണേ നീ തരണ്ട എന്ന് പറയാൻ. അങ്ങനെ ഒരാളെ ക്രെഡിറ്റർ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിലും പോലും എന്നിട്ട് അയാളുടെ ഷെയർ ബാക്കിയുള്ളവർ ചെയ്താൽ പോലും എന്താണ് അയാളുടെ ബാധ്യത അവിടെ അവസാനിക്കുന്നില്ല. ഏത് കോഷ്യൂവർട്ടിയുടെ ബാധ്യതയാണോ ക്രെഡിറ്റർ റദ്ദാക്കിയത്, പക്ഷെ അയാൾക്ക് മറ്റുള്ളവർ അയാളുടെ പേയ്മെന്റ് ഇപ്പൊ എന്ന് വെച്ചാല് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പറയാം. എ ബിയുടെ 10,000 രൂപ കടം ഡ്യൂ ഡേറ്റ് ആയ സമയത്ത് എക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ സി ഡി ഇ എഫ് ഈ 4 പേര് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് റീപേ ചെയ്യുന്നത് അല്ലെ. അപ്പൊ 25,000 25,000 ആയിട്ടാവും. 4 2,500 ആയിട്ടാണ് 4 പേരും കൊടുക്കേണ്ടത്. അപ്പൊ ബി പറയണ സി എ നീ എനിക്ക് കാശ് തരണ്ട എന്ന് പറഞ്ഞാൽ പോലും അപ്പൊ ശരിക്കും എന്താണ് ബാക്കി അപ്പൊ 10,000 രൂപ ബാക്കി 3 പേരും ഡിവൈഡ് ചെയ്തിരുന്നു അല്ലെ. അങ്ങനെ എടുത്താലും പോലും ഇയാള് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സി എന്ന ആൾ കൊടുക്കേണ്ട പങ്ക് ആർക്ക് കൊടുക്കും? ബാക്കി കോഷ്യൂവർട്ടീസിന് കൊടുക്കുക. കാരണം ക്രെഡിറ്റർ പറഞ്ഞു സിയുടെ കാശ് വേണ്ടെന്ന്, പക്ഷെ അതിന് പകരം ബാക്കി എമൗണ്ട് ഒക്കെ ആരെയും നടത്തുള്ള ബാക്കി കോഷ്യൂവർട്ടീസ് നടത്തില്ലേ, അതുകൊണ്ട് അവരെ റീപേ ചെയ്യേണ്ട കടമ ഉണ്ട്. നെക്സ്റ്റ് എന്താ റൈറ്റ് ടു ഷെയർ ബെനിഫിറ്റ് ഓഫ് സെക്യൂരിറ്റി. അത് വേറൊന്നുമല്ല, ഇപ്പൊ നമ്മളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എ ബിക്ക് കാശ് കൊടുക്കേണ്ട 10,000 രൂപ, അതിന് പകരം ബി എയുടെ കുറച്ച് സ്വർണ്ണ നാണയം സെക്യൂരിറ്റി ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ
എ ഡീഫോൾട്ട് വരുത്തുകയും സി ആ ഡ്യൂട്ടി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി കഴിഞ്ഞു. പക്ഷേ ബിയുടെ അടുത്തുള്ള ക്രെഡിറ്ററായ ബിയുടെ അടുത്തുള്ള ആ സെക്യൂരിറ്റി കോ ഷുവർട്ടീസ് തമ്മിൽ അവർക്ക് ഷെയർ ചെയ്തെടുക്കാൻ റൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് റൈറ്റിലുള്ളത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഈ പിക്ചേഴ്സിലൊക്കെ മിസ് നേരത്തെ പറഞ്ഞത് തന്നെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് അത് എക്സാമ്പിൾ മനസ്സിൽ പതിയാൻ വേണ്ടിയാണ് പിക്ചറൈസ് ആക്കുന്നത്. ഇതാ കണ്ട ലയബിലിറ്റി ഓഫ് കോഴ്സ് ഷുവർട്ടി ബൗണ്ട് ഇൻ സം. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ഫ്രം ലയബിലിറ്റി. ഷുവർട്ടിയുടെ അയാളുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്ന കേസാണ്. ഫസ്റ്റ് സെക്ഷൻ 132-39 പറഞ്ഞതെന്ന് വെച്ചാൽ ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ആണ് പറയുന്നത്. അത് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ റിവോക്കേഷൻ, ക്യാൻസൽ ചെയ്യുക. ഷുവർട്ടി തന്നെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ട് അയാളുടെ അപ്ലിക്കേഷൻ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് റിവോക്കേഷൻ ബൈ നോട്ടീസ്. ക്യാൻസൽ ചെയ്യുന്നത് നോട്ടീസ് കൊടുത്തിട്ട് ഷുവർട്ടി മരിച്ചു കഴിഞ്ഞാൽ ഷുവർട്ടിയായിട്ട് വെച്ചിട്ടുള്ള പഴയ കോൺട്രാക്ട് മാറി പുതിയ കോൺട്രാക്ട് വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ഷുവർട്ടിയുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ആവുന്ന കേസാണ്. ഇനി ക്രെഡിറ്ററിന്റെ കണ്ടക്ട് ബിഹേവിയർ കാരണം ഷുവർട്ടിയുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. കോൺട്രാക്റ്റിലെ നമ്മൾ വെച്ച കോൺട്രാക്റ്റിലെ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വേരിയേഷൻസ് വരിക, അതേപോലെ റിലീസ് ഓർ ഡിസ്ചാർജ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. എപ്പോഴാണോ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, എപ്പോഴാണോ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ കോൺട്രാക്ട് അല്ലെങ്കിൽ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്ന അപ്പോൾ ഷുവർട്ടിനെയും ഡിസ്ചാർജ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വന്നതാണ് കോമ്പൗണ്ടിങ് ബൈ ക്രെഡിറ്റേഴ്സ് വിത്ത് ദി പ്രിൻസിപ്പൽ ഡെപ്റ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് എക്സ് ബോറോഡ്. അല്ല കോംപ്രമൈസ് വരും എന്ന് വെച്ചാൽ ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആയിട്ട് കോംപ്രമൈസ് വരിക, അതാരെയും ബാധിക്കും, ഷുവർട്ടി ബാധിക്കും. ഇപ്പോൾ എക്സ് ബോറോഡ് മണി ഫ്രം എ ബാങ്ക് ഓൺ എ ഗ്യാരണ്ടി ഓഫ് വൈ. വൈ ബാങ്കിന് നിന്ന് കടം വാങ്ങിച്ച് വൈന്റെ എക്സ് ബാങ്കിന് നിന്ന് കടം വാങ്ങിച്ചു വൈന്റെ ജാമ്യം നിന്ന് വൈ ജാമ്യം നിന്നുകൊണ്ടാണ് എക്സ് കടം വാങ്ങിക്കുന്നത്. The bank agreed to accept the payment of debt in installment without consent of surety. ആദ്യം തന്നെ കോൺട്രാക്ട് വെക്കുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ എക്സ് ബാങ്കിൽ നിന്ന് കടം വാങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ബാങ്ക് എക്സിനോട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതി. അപ്പൊ ഇൻ കേസ് എക്സ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കാതെ അല്ലെങ്കിൽ എക്സ് കൊടുക്കേണ്ട കാശ് ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഷുവർട്ടി നമുക്ക് ഫുൾ എമൗണ്ട് വാങ്ങാൻ പറ്റില്ല. എന്താണോ നമ്മൾ പ്രിൻസിപ്പൽ ഡെപ്റ്റ് എന്ന് കൊടുത്തുള്ളത് അത് ഷുവർട്ടിക്കും ബാധകമാണ്. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നെയാണ് ഷുവർട്ടിയിൽ നിന്നും വാങ്ങാൻ പാടുള്ളത്. Next, impairing surety's remedy. If the creditor does any act which is inconsistent with the right of surety or omits to do any act which is required of him as his duty towards the surety, and due to such act or omission, eventually remedy available to surety against principal debtor is impaired, then the surety is discharged. ഇപ്പോൾ എന്തെങ്കിലും ഷുവർട്ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ലയബിലിറ്റി ക്രെഡിറ്റർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോൺട്രാക്റ്റിലെ മാറ്റം വരുത്തി അതേ എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ഷുവർട്ടി ഇനിയിപ്പോൾ പ്രിൻസിപ്പൽ ഡെപ്റ്റ് ഡീഫോൾട്ട് വരുത്തിയാലും ഷുവർട്ടിക്ക് ലയബിലിറ്റി പേ ചെയ്യേണ്ട ലയബിലിറ്റി ഇല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, എക്സ് വൈനെ കാഷ്യർ ആയിട്ട് നിയമിച്ചു. ആരുടെ ഗ്യാരണ്ടി? സെഡിന്റെ ഗ്യാരണ്ടി. എക്സ് പ്രോമിസസ് ടു ചെക്ക് അപ്പ് ദി ക്യാഷ് ഓഫ് ദി ക്യാഷ് അറ്റ്ലീസ്റ്റ് വൺസ് എ മന്ത്. ക്യാഷ് ആയിട്ട് വെക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എക്സ് വൈന്റെ ക്യാഷ് വൈയുടെ കയ്യിലുള്ള ക്യാഷ് ഓരോ മാസം അറ്റ്ലീസ്റ്റ് മന്ത്ലി എങ്കിലും ചെക്ക് ചെയ്യാം. പക്ഷെ 2 month ആയിട്ടും ആര് ചെക്ക് ചെയ്തില്ല? എക്സ് ചെക്ക് ചെയ്തില്ല. അതേപോലെ തന്നെ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് വൈ എന്ത് ചെയ്തു? ആ ഫണ്ടിനെ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു.
ശരിക്കും ചെക്ക് ചെയ്യേണ്ട കടമ ആർക്കാണ്? എക്സ് ആണ്. പക്ഷെ ചെക്ക് ചെയ്യാത്ത കണ്ടപ്പോ എന്ത് ചെയ്തു? പ്രിൻസിപ്പൽ ഡെപ്റ്റർ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്ത് നഷ്ടങ്ങൾ വരുത്തി. ആ നഷ്ടം എവിടെ നമുക്ക് വാങ്ങാൻ പറ്റില്ല? ഷുവർട്ടിയിൽ നിന്ന് വാങ്ങാൻ പാടില്ല. കാരണം എന്താ? എക്സ് ക്രെഡിറ്ററുടെ ഡ്യൂട്ടി ചെയ്തില്ല. അതുകൊണ്ട് നമ്മുടെ ഷുവർട്ടിയുടെ ലയബിലിറ്റിയിൽ നിന്ന് ഷുവർട്ടി രക്ഷപ്പെടുന്നു. നെക്സ്റ്റ്, ലോസ് ഓഫ് സെക്യൂരിറ്റി. ലോസ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്രെഡിറ്റർ ഷുവർട്ടിയുടെ കൺസെന്റ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ക്രെഡിറ്റർ നിന്ന് സെക്യൂരിറ്റി പ്രിൻസിപ്പൽ ഡെപ്റ്ററിൽ നിന്ന് കിട്ടിയ സെക്യൂരിറ്റി കാണാണ്ടാവുകയാണെങ്കിൽ എന്താണ്? അപ്പോ ഷുവർട്ടിക്ക് ആ പേര് പറഞ്ഞ് ഷുവർട്ടിക്ക് എന്ത് ചെയ്യാം? ആ കോൺട്രാക്ട് അല്ലെങ്കിൽ ആ ലയബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. Surety is discharged from the liability to the extent of the value of security. The word loss here means loss because of carelessness or negligence and not any act of God or enemy of the state or unavoidable accident. എന്തെങ്കിലും ഇപ്പൊ സെക്യൂരിറ്റി എന്തെങ്കിലും ഫയർ വന്നിട്ട് നശിക്കുകയെ അല്ലെങ്കിൽ ദൈവം തന്നിട്ടൊരു നാശനഷ്ടം കാരണം അത് നശിച്ചു പോവുകയാണെങ്കിലല്ല, ഈ ക്രെഡിറ്ററിന്റെ നോട്ടമില്ലാണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്ററിന്റെ കെയർലെസ്നെസ് കാരണം ആ സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും പ്രിൻസിപ്പൽ ഡെപ്റ്റർ തന്ന സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും നാശനഷ്ടം വന്നു കഴിഞ്ഞാൽ ഷുവർട്ടി ലയബിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ആവാം. ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്, അതേപോലെ തന്നെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ഇൻവാലിഡേഷൻ ഓഫ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഇൻവാലിഡ് ആയതുകൊണ്ട് ഷുവർട്ടിയുടെ ഒബ്ലിഗേഷൻ ഷുവർട്ടി ഡിസ്ചാർജ് ചെയ്യുന്ന കേസ്. ഫസ്റ്റ് പോയിന്റ് ആണ് ഗ്യാരണ്ടി ഒബ്റ്റെയിൻഡ് ബൈ മിസ്റെപ്രസെന്റേഷൻ. ആ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി മിസ്റെപ്രസെന്റേഷൻ വഴിയോ അല്ലെങ്കിൽ നോൺ കൺസീൽമെന്റ് വഴിയോ ആണ് സാധിച്ചത് എങ്കിൽ, ആ ജാമ്യം സാധിച്ചെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോൺട്രാക്ട് ഇൻവാലിഡ് ആണ്. വെൻ കോ surety does not join എന്ന് വെച്ചാൽ ഇപ്പൊ കോഷ്യൂരിറ്റിയുടെ കേസിലാണെന്നുവെച്ചെങ്കിൽ നമ്മൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡീഫോൾട്ട് വരുത്തുമ്പോൾ ഷുവർട്ടിയുടെ ഒബ്ലിഗേഷൻ എപ്പോഴാണ്? ആ കോഷ്യൂരിറ്റി അയാളുടെ ഷെയറിൽ കൂടി ജോയിൻ ചെയ്താൽ മാത്രമാണ്. Where a person gives a guarantee upon a contract, then the creditor shall not act upon it until another person has joined it as co-surety. The guarantee is not valid if that other person does not join. Next is failure of consideration. ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററും തമ്മിലുള്ള കൺസിഡറേഷൻ ഇല്ലാണ്ടാവുക. അവിടെ ഉള്ള കോൺട്രാക്റ്റില് ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററും തമ്മിലുള്ള കോൺട്രാക്ട് കൺസിഡറേഷനിൽ ഒരു ഫെയിലിയർ ഉണ്ടാവുകയാണെന്ന് വെച്ചെങ്കിൽ ആ കോൺട്രാക്ട് ഇൻവാലിഡ് ആവുകയാണ്. അതേപോലെ തന്നെ ഒരു കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഇല്ലെങ്കിലും ഷുവർട്ടിയുടെ ലയബിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതാണ്. അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നത്.